Good morning. ഇന്ന് പഠിക്കാൻ നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പീരിയോഡിക് എലമെൻറ്റ്സ്. പീരിയോഡിക് എലമെൻറ്റ്സ് മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടായത്, എങ്ങനെയാണ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടായത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കാം. ആദ്യമായിട്ട് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത് ആൻറ്റോയിൻ ലെവോസിയർ എന്ന ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1789 ലെവോസിയർ എന്ന ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് എലമെൻസിനെ, മൂലകങ്ങളെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. പക്ഷേ ആ ക്ലാസിഫിക്കേഷനിൽ സെമി മെറ്റൽസ് എന്ന വിഭാഗത്തിനെ ഉൾപ്പെടുത്താൻ ആൻറ്റോയിൻ ലെവോസിയർക്ക് കഴിഞ്ഞില്ല. അതായിരുന്നു എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ സംഭവം. 1807 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ്, ഇതാണ് ജോൺ ഡാൾട്ടൺ എന്ത് ചെയ്തു, അറ്റോമിക് തിയറി കൊണ്ടുവന്നു. അറ്റോമിക് തിയറി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാ പാർട്ടിക്കിൾസും എല്ലാ മാറ്ററും എല്ലാ വസ്തുക്കളും ചെറിയ പാർട്ടിക്കിളായ ആറ്റംസ് കാരണം ഉണ്ടായതാണ് എന്നാണ്. എല്ലാത്തിൻ്റെയും ബേസിക് യൂണിറ്റ് ആറ്റമാണ് എന്നുള്ള ഒരു തിയറിയാണ് അറ്റോമിക് തിയറി. ഈ തിയറി പ്രകാരം ഓരോ എലമെൻറ്റിനും കോൺസ്റ്റൻറ്റ് മാസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഇത് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷന് ഒരു പുതിയ ദിശ നൽകി എന്നാണ് പറയുന്നത്. ഇനി JW ഡോബറിനിയർ, ഇതാണ് ഡോബറിനിയർ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ സിമിലർ എലമെൻറ്റ്സ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ് ഗ്രൂപ്പ്സ് ആയിട്ട്? ഒരു ഗ്രൂപ്പിൽ 3 എലമെൻറ്റ് വരത്തക്ക വിധത്തിലാണ്, ക്ലാസിഫൈ ചെയ്തു. ഡോബറിനിയർ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. ഈ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, 3 എലമെൻറ്റ്സ് ഉള്ള ഈ ഗ്രൂപ്പ്സിനെ ട്രയാഡ്സ് എന്ന്, ത്രികങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, ട്രയാഡ്സ് ആയിട്ട് ആണ് പറയുന്നത്. ഈ ട്രയാഡ്സിൽ 3 എലമെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അതിൽ 3 എലമെൻറ്റിൽ ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആദ്യത്തേതിൻ്റെയും മൂന്നാമത്തേതിൻ്റെയും ആവറേജ് ആയിരിക്കും നടുവിലത്തെ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആവറേജ് ആയിരിക്കും സോഡിയം എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ്. കുറച്ചുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ലിഥിയത്തിന് 7ഉം പൊട്ടാസ്യത്തിന് 39ഉമാണ് അറ്റോമിക് മാസ്. അപ്പോൾ 7 + 39 = 46 and 46/2 is 23. അതാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ്. മറ്റ് എക്സാമ്പിളാണ് കാൽസ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം, അതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇനി ചാൻ കോർട്ടോയ്സ് എന്ന ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് 1862 എന്ത് പറയുന്നു എന്ന് നോക്കാം. ചാൻ കോർട്ടോയ്സ് ടെല്യൂറിക് ഹെലിക്സ് എന്ന കൺസെപ്റ്റാണ് കൊണ്ടുവന്നത് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എലമെൻറ്റ്സിനെ ഒരു അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഒരു സിലിണ്ടറിൽ ഒരു സ്പൈറൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഡിസ്കവർ ചെയ്തു, അതായത് എലമെൻറ്റ്സിൻ്റെ സിമിലർ പ്രോപ്പർട്ടീസിലുള്ള എലമെൻറ്റ്സ് ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ വരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനിയാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ്റെ വരവ്. 1863 ഇംഗ്ലീഷ് കെമിസ്റ്റായ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? in the increasing order of atomic mass. എങ്ങനെയാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്? അതായത് നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് സരിഗമ പദനിസ. അതിൽ ആരോഹണ ക്രമമാണ്. അതായത് സ എന്നത് ഫസ്റ്റും പിന്നെ റിപ്പീറ്റ് ആവുന്ന സ എന്ന് പറയുന്നത് 8th ആണ്. അതുപോലെ
ഏഴെണ്ണം കോളത്തിൽ കൊടുക്കുമ്പോൾ എട്ടാമത് വരുന്ന എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റിനോട് സാദൃശ്യം കാണിക്കുന്നു. ഉദാഹരണത്തിന് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. അത് കഴിഞ്ഞിട്ട് സോഡിയം വരുന്നു അല്ലേ? അപ്പോൾ ലിഥിയവും സോഡിയവും ഒരേ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ തിയറി. പക്ഷേ ഈ ലോ ഓഫ് ഒക്ടേവ്സ് കാൽഷ്യം വരെ വാലിഡ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒക്ടേവ്സ് ഓഫ് ന്യൂലാൻഡ്സ്. ഒക്ടേവ്സിന് മലയാളത്തിൽ പറയുന്ന പേരാണ് അഷ്ടകങ്ങൾ. എന്താണ്? അഷ്ടകങ്ങൾ. ഇനി ജൂലിയസ് ലോഥർ മേയർ എന്ന ശാസ്ത്രജ്ഞൻ വരവായി. അത് 1868 ജർമ്മൻ കെമിസ്റ്റാണ് അദ്ദേഹം. അറ്റോമിക് മാസസ്, എലമെൻസിൻ്റെ അറ്റോമിക് മാസസ്, ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, അറ്റോമിക് വോളിയം എന്നിവയുമായി ചേർത്തി ഓരോ ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങി. ഡിഫറെൻറ്റ് ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാഫ് വരച്ചപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ്, ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഒരേ പൊസിഷനിൽ, ഒരേപോലത്തെ പൊസിഷനിൽ വരുന്നു എന്ന് കണ്ടുപിടിച്ചു. എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് കെയിം അണ്ടർ സിമിലർ പൊസിഷൻസ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് തോന്നിയത്? അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. അതായത് അറ്റോമിക് മാസസ് ആണ് ഒരു എലമെൻറ്റിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് അതിൻ്റെ അറ്റോമിക് മാസ്സാണ് എന്ന് അദ്ദേഹം നിഗമനത്തിലെത്തി. ഇനിയാണ് വരുന്നത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഈ മെൻഡലീഫാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ, നാഴികക്കല്ലായി മാറിയ ഒരു സയൻറ്റിസ്റ്റ്. 1869 മെൻഡലീഫ് ഒരു മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു മൈൽ സ്റ്റോണായി മാറി. അദ്ദേഹം അന്ന് കണ്ടെത്തിയിരുന്ന 63 എലമെൻറ്റ്സിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കോളംസിലായിട്ട് അറേഞ്ച് ചെയ്തു. ഹൊറിസോണ്ടൽ പറഞ്ഞാൽ വിലങ്ങനെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെ എന്നാണ് തോന്നുന്നു. ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, ഭൗതികവും അതുപോലെ രാസപരമായ പ്രോപ്പർട്ടീസ്, മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് അതിൻ്റെ അറ്റോമിക് മാസിൻ്റെ പീരിയോഡിക് ഫങ്ഷൻ കാരണമാണ് എന്ന് അദ്ദേഹം ഒരു ലോ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ, ആ പീരിയോഡിക് ലോ വഴി അറേഞ്ച് ചെയ്തപ്പോൾ മൂലകങ്ങൾ, ഒരേ സിമിലർ പ്രോപ്പർട്ടീസിലുള്ള മൂലകങ്ങൾ ഗ്രൂപ്പ്സിൽ വരാൻ തുടങ്ങി. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ കോളംസ് ആണ്. Groups of elements with similar properties came into vertical columns in his table. ഇനി നമുക്ക് ആ പീരിയോഡിക് ടേബിൾ നോക്കാം. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ നോക്കാം. ഇതാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ. ഇതിൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ വെർട്ടിക്കൽ കോളംസിലുള്ള ഇനിയാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ്സ് എന്തായിരിക്കും? ഇങ്ങനെ ഹൊറിസോണ്ടൽ റോസിലുള്ള ഇതിനെയാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ 6 പീരീഡ്സും അതുപോലെ 8 ഗ്രൂപ്പ്സും ആണ് ഉള്ളത്. മേലെ കൊടുത്തിരിക്കുന്നത് ഓക്സൈഡ്, ഹൈഡ്രൈഡ് എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമാന ഗുണങ്ങൾ, അതായത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഒരേ ഗ്രൂപ്പ്സിലാണ്. കണ്ടു? അതായത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇവയൊക്കെയാണ് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഇനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഹൈഡ്രജന് 1 ആണ്, ലിഥിയത്തിന് 6 ആണ്.
കണ്ടില്ല, ബെറിലിയത്തിന് 9, പിന്നെ 10, 12, 14, 15, 16. ഈ അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമം, അതായത് ആരോഹണക്രമം പറഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡർ കൃത്യമായി പാലിക്കുന്നുണ്ടോ? ശരി, ഇവിടെ കുറച്ച് എന്താണ് ഇതിൽ കൊടുത്തിട്ടില്ല തോന്നുന്നു, ഈ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടില്ല തോന്നുന്നു. കുറച്ച് ഒഴിഞ്ഞ സ്പേസസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവ പാലിക്കുന്നുണ്ടോ? ഒഴിഞ്ഞു കിടക്കുന്നതിന് കാരണം എന്തായിരിക്കാം? ചില എലമെൻറ്റ്സ് ഒഴിഞ്ഞു കടന്നിരിക്കുന്നത് അവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവയുടെ കാരണം എന്തായിരിക്കാം? അതുപോലെ ആരോഹണക്രമം, അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായി പാലിക്കുന്നുണ്ടോ? കോബാൾട്ട്, നിക്കൽ, ടെല്ലൂറിയം. എവിടെയാണ് കോബാൾട്ട് ഇരിക്കുന്നത്? നോക്കൂ, കോബാൾട്ട്, നിക്കൽ ആൻഡ് കോബാൾട്ടും നിക്കലും നോക്കൂ, 58.71 ആയി. ടെല്ലൂറിയം നമുക്കൊന്ന് നോക്കാം. ടെല്ലൂറിയവും നോക്കൂ, ഇതാണ് ടെല്ലൂറിയം, ഇതാണ് അയഡിൻ. ഇവയുടെ ആരോഹണക്രമം ഇൻക്രീസിങ് ഓർഡർ ശ്രദ്ധിക്കുക. ഇത് 127 ആണ്, ഇത് 126 ആണ്. കണ്ടോ, ഇവയിലും ഇപ്പോൾ കൊബാൾട്ടും നിക്കലും നോക്കുക, 58.93 കഴിഞ്ഞിട്ടാണ് 58.71. അപ്പോൾ ഇതിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ പാലിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചില ലിമിറ്റേഷൻസ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നതാണ് മെറിറ്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ആദ്യം നമുക്ക് മെറിറ്റ്സ് ഒന്ന് നോക്കാം. He generalized the study of the elements then known as the study of mere groups. എലമെൻസിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ്സിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം ഗ്രൂപ്പ്സിലുള്ള എലമെൻറ്റ്സ് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നു. പിന്നെ അദ്ദേഹം കുറച്ച് വേക്കൻറ്റ് സ്പേസസ് വിട്ടിട്ടുണ്ട് അല്ലേ? ആ വേക്കൻറ്റ് സ്പേസസ് ഭാവിയിലുള്ള എലമെൻറ്റ്സ് അന്ന് കണ്ടുപിടിക്കാത്ത എലമെൻറ്റ്സ് ഭാവിയിൽ കണ്ടുപിടിക്കാൻ ആയിട്ട് ഒഴിഞ്ഞ സ്ഥലങ്ങളായിരുന്നു. അത് ഭാവിയിൽ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ പറഞ്ഞത് മൂന്നാമത്തെ പോയിൻ്റാണ്, മെൻഡലീവ് കുഡ് ഓൾസോ പ്രെഡിക്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് അൺനോൺ എലമെൻറ്റ്സ്. അതായത് വേക്കൻറ്റ് സ്പേസ് വിട്ടിട്ടുണ്ടല്ലോ, അത് അൺനോൺ എലമെൻറ്റ്സ് ആണല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് മെൻഡലീഫിന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതാണല്ലോ. ഇനി 3 എലമെൻറ്റ്സ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത് ഏക ബോറോൺ, ഏക അലുമിനിയം ആൻഡ് ഏക സിലിക്കൺ ആണ്. ഏക ബോറോൺ എന്ന് പറയുന്നതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഏക ബോറോൺ ആണ് അലുമിനിയം. ഏക അലുമിനിയം ഗാലിയവും ഏക സിലിക്കൺ ജർമേനിയമാണ്. ഏക ബോറോൺ ഉണ്ടോ സംശയമുണ്ട്. അതാണ് ഏക അലുമിനിയം ഗാലിയവും ഏക സിലിക്കൺ ജർമേനിയമാണ്. ഇനി പിന്നീട് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അല്ല, ഏക ബോറോൺ ഉണ്ട് കേട്ടോ. ഏക ബോറോൺ ആണ് സ്കാൻഡിയം. ശരി, ഏക ബോറോൺ സ്കാൻഡിയവും ഏക അലുമിനിയം ഗാലിയവും ഏക സിലിക്കൺ ജർമേനിയമാണ്. ഇനി നോബൽ ഗ്യാസ് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം അതിനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു, വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ പൊസിഷൻസ് ഓഫ് other elements. And he was able to correct the values of the atomic masses of elements like gold, platinum,
അതായത് അറ്റോമിക് മാസ് ഗോൾഡിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയൊക്കെ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്യാൻ സഹായിച്ചു. He placed these elements going strictly by the similarities in their properties. അതിൻ്റെ പ്രോപ്പർട്ടീസ് ശരിയായ തക്ക വിധത്തിലാണ് അദ്ദേഹം അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെർലിയത്തിൻ്റെ ഉദാഹരണത്തിന് ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് 14 എന്നാണ് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൽ 9 എന്നാക്കി അദ്ദേഹം പുനർനിർണയിച്ച് ബെർലിയത്തിന് യഥാസ്ഥാനം നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഈ മെറിറ്റ്സ് ഒക്കെ, അതായത് കുറേ തിരുത്തലുകളൊക്കെ വന്നല്ലോ, അത് കെമിസ്ട്രിയുടെ ഫർദർ ഇൻവെൻഷൻസിനും ഡിസ്കവറീസിനും പ്രചോദനമായി എന്നാണ് പറയുന്നത്. ഒരിക്കലും നമുക്ക് മെൻ്റലിസ്റ്റ് പീരിയോഡിക് ടേബിൾ നോക്കാം. കണ്ടോ, ബെർലിയം എന്താ 9 ആണ്. കണ്ടോ 9. അതുപോലെ പ്ലാറ്റിനം നോക്കണമെങ്കിൽ പലേഡിയം ഇത് ഇത്തിരി തെറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. റുദർഫോർഡ് റോഡിയം പലേഡിയം ശരിയാണ്. പക്ഷേ നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓസ്മിയം, ഇറിഡിയം ആൻഡ് പ്ലാറ്റിനം ആണ്. ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനത്തിൻ്റെയാണ് 195.09. അതുപോലെ ഓസ്മിയത്തിൻ്റെയാണ് 190.2, ഇറിഡിയത്തിൻ്റെയാണ് 192. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഗോൾഡ് കണ്ടോ, ഗോൾഡ് ഇതൊക്കെ മെറ്റൽസിൻ്റെ ഗ്രൂപ്പ്സിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം കേട്ടോ. ലിമിറ്റേഷൻസിൽ പറയുന്നത് എലമെൻറ്റ്സ് മൂലകങ്ങളുടെ വളരെയധികം ലാർജ് ഡിഫറൻസ് ഉള്ള എലമെൻറ്റ്സ് ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവരുത്തി എന്നാണ് പറയുന്നത്. അതായത് ഹാർഡ് മെറ്റൽസ് ആയിട്ടുള്ള കോപ്പറും സിൽവറും, സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടുള്ള മൃദുലോഹം, സോഫ്റ്റ് മെറ്റൽസ് പറഞ്ഞാൽ മൃദുലോഹം, ഹാർഡ് മെറ്റൽസ് പറഞ്ഞാൽ കാഠിന്യമുള്ള ലോഹങ്ങൾ. അപ്പോൾ കാഠിന്യമുള്ള ലോഹങ്ങളും മൃദുലോഹങ്ങളും ഒരേ ഗ്രൂപ്പിൽ വരുത്തി എന്നാണ് പറയുന്നത്. അതുപോലെ സോഡിയവും പൊട്ടാസ്യമാണ് സോഫ്റ്റ് മെറ്റൽസിന് ഉദാഹരണം കേട്ടോ. ഇനി ഹൈഡ്രജന് പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഹൈഡ്രജൻ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഗുണം കാണിക്കുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ലൊക്കേഷൻ അൺസർട്ടൈൻ ആണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൽ 1A ക്ലാസ്സിലാണ് ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഹൈഡ്രജന് 1+ കാണിക്കുന്നുണ്ട്, 1- കാണിക്കുന്നുണ്ട്. അതായത് ആൽക്കലി മെറ്റൽസും ഹാലജൻസിൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. എങ്കിലും അതിനെ ഇരുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ്. ഇനി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് അപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ, അത് സ്ട്രിക്ട്ലി ഫോളോഡ് അല്ല. കൊബാൾട്ടും നിക്കലും അതുപോലെ ടെല്ലിയറിയും ഇൻഡിയും ഒക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇനി ഐസോടോപ്സ് കണ്ടുപിടിക്കുമ്പോൾ, ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ അല്ലേ? അപ്പോൾ ഐസോടോപ്സ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം എലമെൻ്റ് ആണ്. പക്ഷെ അതിനെ ഡിഫറെൻറ്റ് പൊസിഷനിലാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അറ്റോമിക് മാസ് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പം ഇനി ഒരിക്കൽ കൂടെ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കാം. കണ്ടോ, ഹൈഡ്രജൻ്റെ പൊസിഷൻ ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. അതുപോലെ അറ്റോമിക് മാസ് വെച്ചിട്ട് തന്നെ വാലൻസി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിനെ കണ്ടോ ഓക്സൈഡും ഹൈഡ്രൈഡും ഒക്കെ R2O എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി ലിമിറ്റേഷൻസ് അല്ലേ? ലിമിറ്റേഷൻസ്. ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ലിമിറ്റേഷൻസിനെ പറഞ്ഞാൽ അത്ര വേറെ ഒന്നുമില്ല ലിമിറ്റേഷൻസ്. ഇനി നമുക്ക് ഇല്ല, വാലൻസി കറക്റ്റ് അല്ല, നോക്കൂ. R2O എന്നല്ലേ? ശരിയാണ്, വാലൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം നോക്കൂ, ഓക്സിജൻ്റെ വാലൻസി 2 ആണെന്നും എന്താണ് ആൽക്കലി മെറ്റൽസിൻ്റെ 1 ആണെന്നുള്ളതൊക്കെ ഓർത്തിട്ട് R2O എന്നത് കൊടുത്തിരിക്കുന്നു. അതുപോലെ RH എന്നുള്ളത് കൊടുത്തിരിക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കാം.
ഇതിൽ ഇനി കൂടുതലായിട്ട് പറയാനില്ല തോന്നുന്നു. മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ കഴിഞ്ഞിട്ട് മോസ്റ്റ്ലിയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന് രൂപകൽപ്പന ചെയ്തത്. 1869 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയപ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസിനെ കുറിച്ചൊന്നും ഒരു ക്ലിയർ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ 1913 ഫിസിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി മോസ്ലിയാണ് എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അറ്റോമിക് മാസിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻ കൊണ്ടല്ല, അറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻ കൊണ്ടാണ് ഉണ്ടായത് എന്ന് സ്ഥാപിച്ചത്. അതെങ്ങനെയാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ് ഈ അറ്റോമിക് നമ്പറിൻ്റെ ഈ പീരിയോഡിക് ഫംഗ്ഷൻ കണ്ടെത്തിയത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് ഇനി ഹി മോഡിഫൈഡ് ദ പീരിയോഡിക് ലോ. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോയും പീരിയോഡിക് ടേബിളും ഇമിറ്റേഷൻസിൽ നിന്നും കണ്ട് മനസ്സിലാക്കി മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടായത്. അദ്ദേഹം അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തു, എന്നിട്ട് ഒരു ടേബിളായിട്ട് കൊണ്ടുവന്നു, രൂപകൽപ്പന ചെയ്തു. അദ്ദേഹത്തിൻ്റെ മോഡേൺ പീരിയോഡിക് ടേബിൾ ലോ പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ നമ്പർ അറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫംഗ്ഷനാണ് എന്ന് മോസ്ലി പറഞ്ഞു. അങ്ങനെ മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നു. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. 18 ഗ്രൂപ്പ്സ് 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉള്ളത്. അതിൽ കുറേ ഈ ഗ്രൂപ്പ്സിനൊക്കെ ഓരോ നെയിമുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലൈൻ മെറ്റൽസും, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും, അതുപോലെ ഇത് നടുവിലുള്ള ഈ 10 ട്രാൻസിഷൻ മെറ്റൽസ് എന്നും, താഴെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പ്സ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിന് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും, അതുപോലെ 15th ബോറോൺ ഫാമിലി, 16th കാർബൺ ഫാമിലി, 17th നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി എന്ന 18th 15th അല്ല കേട്ടോ, ഞാൻ തെറ്റിയാ പറഞ്ഞ. 13th ഗ്രൂപ്പിനെ ബോറോൺ ഫാമിലി എന്നും, 14th ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്നും, 15th ഗ്രൂപ്പിനെ നൈട്രജൻ ഫാമിലി എന്നും, 16th ഗ്രൂപ്പിനെ ഓക്സിജൻ ഫാമിലി എന്നും, 17th ഗ്രൂപ്പിനെ ഫ്ലൂറിൻ ഹാലജൻസ് എന്നും, 18th ഗ്രൂപ്പിനെ നോബിൾ ഗ്യാസസ് എന്നും, സീറോ എലമെൻറ്റ്സ് എന്നും ഒക്കെ പേരിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രൂപ്പ്സ് ഉണ്ടായത്, എങ്ങനെയാണ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് പീരീഡ്സ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയും മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.